എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശശിധരൻ നമ്പൂതിരി. അതുല്യനായ നടൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, സർവോപരി പ്രതിഭാധനനായ കവി എന്നീ നിലകളിൽ സഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന പ്രേംജി എന്ന MP ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ശ്ലോകമാണ് ഇന്ന് വിശകലനത്തിന് വിധേയമാക്കുന്നത്. 2 കവിതാ സമാഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റേതായി പ്രസിദ്ധീകൃതമായിട്ടുള്ളത്. ഒന്ന് പ്രേംജി പാടുന്നു, 2 നാൽക്കാലികൾ. നാൽക്കാലികൾ എന്ന പുസ്തകത്തിലെ ഇപ്പട്ടേരിക്കും എന്ന തലക്കെട്ടിലെഴുതിയ 10 ശ്ലോകങ്ങളിൽ അവസാനത്തേത്: പട്ടേരിപ്പാടു പണ്ടാസ്തുതി ദശശതകം കാഴ്ചവെച്ചന്നു കോരിക്കൊട്ടേലല്ലോ കൊടുത്തു കനിവിനോട വിടുന്നായുരാരോഗ്യ സൗഖ്യം വിട്ടേ പോകാത്തൊരി ദുർദശയൊട്ടു ശതകം ചൊല്ലിയോനല്ലി ഞാനിപ്പട്ടേരിക്കും തരാവൂ ഗദശമനസുഖം സാനുപാതാനുകമ്പം. പട്ടേരിപ്പാട് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ പണ്ട് ആ സ്തുതിദശശതകം നാരായണീയം കാഴ്ചവെച്ച അന്ന് കോരിക്കൊട്ടേലല്ലോ കൊടുത്തു. കൊട്ടയിലിങ്ങനെ വാരി വാരി കൊടുത്തു, അതായത് സമൃദ്ധമായിട്ട് വാരി വാരി കൊടുത്തു. എന്ത്? കനിവിനോട വിടുന്നായുരാരോഗ്യ സൗഖ്യം. ആയുസ്സും ആരോഗ്യവും സുഖവും മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർക്ക് അവിടുന്ന് കനിവാർന്ന് വളരെയധികം സമൃദ്ധമായിട്ട് കൊടുത്തു. അതിൻ്റെ ദൃഷ്ടാന്തമാണല്ലോ അദ്ദേഹം അനവധി കാലം പിന്നീട് ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 86 വയസ്സുവരെയെങ്കിലും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എന്നാണ് പണ്ഡിതമതം. 100-ൽ പരം വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന ചില അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. എങ്കിലും വ്യക്തമായ രേഖകൾ അതിനെക്കുറിച്ച് ഇല്ല എന്നു തന്നെയാണ് അറിവ്. ഇവിടെ സ്തുതിദശശതകം എന്ന വാക്കിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ചിലർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമോ സംശയമോ ഉണ്ടായേക്കാം. ദശശതകം തന്നെയാണോ വേണ്ടത്, അതോ ശതദശകം? അതായത് ദശകങ്ങൾ 100 ആണല്ലോ നാരായണീയത്തിൽ, അതിന് ദശശതകം എന്ന് പറയാൻ പറ്റുമോ എന്ന ഒരു സംശയം ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ ഇവിടെ ശതകം എന്ന് തന്നെയാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. ദശശതകം 100, 10 × 100, അതായത് 1000-ലധികം ശ്ലോകങ്ങൾ എന്ന് മാത്രമാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉത്തരാർദ്ധത്തിൽ ശതകം എന്ന ഒരു പ്രയോഗം വരുന്നുണ്ട്, ശതകം ചൊല്ലുക എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. അതിനനുസൃതമായിട്ട് പൂർവാർദ്ധത്തിലും ശതകം എന്ന് തന്നെ വരാവുന്ന രീതിയിലാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. ഇനി ഉത്തരാർദ്ധത്തിലേക്ക് കടന്നാൽ, വിട്ടേ പോകാത്തൊരി ദുർദശയൊട്ടു ശതകം ചൊല്ലിയോനല്ലി ഞാൻ ഇപ്പട്ടേരിക്കും തരാവൂ ഗദശമനസുഖം സാനുപാതാനുകമ്പം. വിട്ടുപോകാത്ത, ഒരിക്കലും എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്ത തരത്തിലുള്ള ദുർദശ, അതായത് കഷ്ടകാലം, അതിനോട് മല്ലടിച്ചിട്ട് ശതകം ചൊല്ലുക എന്ന് പറഞ്ഞാൽ മല്ലടിക്കുക, കഷ്ടപ്പെടുക എന്നൊക്കെ അർത്ഥം.
മല്ലടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം കഷ്ടപ്പാടാണ്. അപ്പോൾ അനവധി കഷ്ടപ്പാടുകൾ, ദുർദശകൾ ഉള്ളതിനോട് വളരെയധികം മല്ലടിച്ച് പോരടിച്ച് നിന്ന ഞാൻ എന്ന ഈ പട്ടേരിക്കും തന്നാലും എന്നർത്ഥം. തരാവൂ, തന്നാലും എന്ത്? ഗതശമന സുഖം, സുഖക്കേടുകളിൽ നിന്ന് ശമിച്ച് സുഖമായിട്ടുള്ള അവസ്ഥ, സുഖക്കേടുകൾ ശമിച്ച് സുഖമായിട്ടുള്ള അവസ്ഥ തന്നാലും. എങ്ങനെ? സാനുപാതാനുകമ്പം, അനുകമ്പയോട് കൂടിയിട്ട്, സ അനുപാതം, വളരെ അനുപാതത്തിൽ, അതായത് ആ ഒരു ക്രമത്തിലേ വേണ്ടൂ എന്നർത്ഥം. ആ പട്ടേരിക്ക് കൊടുത്ത, മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർക്ക് കനിവോടുകൂടി കോരി കൊട്ടയിൽ കൊടുത്ത അതേ തോതിൽ എനിക്ക് വേണമെന്നില്ല. ഞാൻ അദ്ദേഹം ചെയ്തതുപോലെയുള്ള ഒരു ശതകം ചൊല്ലലല്ല ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം സ്തുതിദശ ശതകം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദുർദശയോട് ശതകം ചൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടും ശതകം ചൊല്ലലാണെങ്കിൽ കൂടിയും അദ്ദേഹം ചൊല്ലിയ ശതകം ചൊല്ലലും ഞാൻ ചൊല്ലിയ ശതകം ചൊല്ലലും വ്യത്യസ്തമാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം തന്നെ വരുന്നില്ല ഞാൻ ചൊല്ലിയ ശതകം ചൊല്ലൽ എന്നും, ആ മഹത്വം അത്രത്തോളം ഇല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ആനുപാതികമായി എനിക്ക് തന്നാൽ മതി. ഗതശമന സുഖം എന്നാണ് കവി പറയുന്നത്. ഇവിടെ ഈ ശതകം ചൊല്ലുക എന്ന് വെച്ചാൽ, മല്ലടിക്കുക എന്ന പ്രയോഗം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. മലയാള ഭാഷയിൽ പലപ്പോഴും പലരും പ്രയോഗിക്കാറുള്ള ഒന്ന് തന്നെയാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ശതകം ചൊല്ലി, ഞാനും ശതകം ചൊല്ലി എന്ന് പറയുമ്പോൾ ഒരേ പ്രയോഗം രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിലെ ഒരു സവിശേഷത. മറ്റൊന്ന്, അന്ത്യാനുപ്രാസം, സജാതീയ ദ്വിതീയാക്ഷരപ്രാസം ഒക്കെ വളരെ ഭംഗിയായിട്ട് ഈ ശ്ലോകത്തിൽ ദീക്ഷിച്ചിട്ടുണ്ട്. കവിയുടെ മിക്കവാറും എല്ലാ കൃതികളിലും ഈ തരത്തിലുള്ള ചമൽക്കാരം, രചനാപരമായ ചമൽക്കാരങ്ങൾ കാണാറുണ്ട്. അതായത് അന്ത്യാനുപ്രാസവും സജാതീയ ദ്വിതീയാക്ഷരപ്രാസവും ഒക്കെ. കവിയുടെ ശ്ലോകങ്ങളിൽ വളരെ മികച്ച സ്തവങ്ങളാണ് ഇപ്പട്ടേരിക്കും എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ഈ 10 ശ്ലോകങ്ങളും. ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ പരം കൂടുതലായി ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായ ഭേദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏവരും പ്രകടിപ്പിക്കുമല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.